ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ്. അത് വളരെ മോശം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഈ പൈസ വാങ്ങിക്കുന്ന പരിപാടി 1000 രൂപയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ക്യൂ നിൽക്കാതെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. കാരണം വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കൊട്ടിയൂരിൽ വരുന്നതാണ്. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടോയെന്നറിയില്ല, അതിനപ്പുറത്തെ വർഷം ഉണ്ടോയെന്നറിയില്ല. പക്ഷേ ഈ വർഷമാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൈസ വാങ്ങിച്ചിട്ട് ദർശനം. നല്ല വരുമാനമല്ലേ സുഹൃത്തുക്കളെ? നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് കൊട്ടിയൂരിൽ പോയതാണ്. എനിക്ക് കണ്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ഭക്തജനങ്ങൾ വരുമ്പോഴേ അവർക്ക് ശല്യമാകുന്ന തരത്തിൽ ലോറികളും മറ്റുള്ളതും വന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കന്നഡക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഭഗവാനെ തൊഴുതിട്ട് വരാം എന്നുള്ളൊരു പ്രശ്നം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പോയിട്ട് 1000 രൂപ കൊടുക്കാൻ മറന്നുപോയി. കാരണം എന്താ വെച്ചാൽ അവർക്ക് 1000 രൂപ കൊടുക്കാനില്ല. ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങിപ്പോയി. അവർ ചോദിച്ചു എന്താണ് പ്രശ്നം മോനെ എന്ന് ചോദിച്ചപ്പോഴേ അവിടെയുള്ള കാവൽ ഭടന്മാരായ ശങ്കരന്മാർ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ, അല്ലാത്തത് വഴിയിൽ നിൽക്കു പോയിട്ട് എന്ന് പറഞ്ഞ് അവരെ ആക്രോശിച്ച് പുറത്താക്കി എന്നുള്ളതാണ്. പോട്ടെ, 1000 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു തന്നെ പുറത്തു പോയി എന്നുള്ളതാണ്. അങ്ങനെ പല അമ്മമാരെയും ഞാൻ അവിടെ കണ്ടു. 1000 രൂപ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്ന് ഭയങ്കരമായിട്ട് നാണം കെടുത്തി വിടുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു. എന്നാൽ പിന്നെ കയറുമ്പം തന്നെ പറഞ്ഞുകൂടെയോ 1000 രൂപേൻ്റെ ക്യൂ ആണിത്, അങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞൂടെ? അതോട്ട് പറയുന്നുമില്ല. ക്യൂവിൽ അവിടെ എത്തിയിട്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ദർശനത്തിന് നോക്കുമ്പോഴാണ് 1000 രൂപ ക്യൂ ആണ്, ഇവിടുന്ന് കയറാൻ പറ്റൂലേ എന്ന് പറയുന്നത്. അത് വളരെ മോശമല്ലേ? ഒന്നാമത്തെ അത്. പിന്നെ ഇന്ന് കന്നഡക്കാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണേ. അത് കേട്ടിട്ട് വരാം നമുക്ക്. ನೀವೇ ನೋಡ್ತಾ ಇದ್ದೀರಲ್ಲ, ನೀ ತಗೊಂಡ್ ಜವಾಬ್ದಾರಿ ಇಲ್ಲ, ನೀ ತಗೊಂಡ್ ಮೇಂಟೆನೆನ್ಸ್ ಇಲ್ಲ. ಯಾರು ಬರಬೇಡಿ, ಕೊಟ್ಟಿರೋಂತ ಆಸೆಗೆ ಬರಬೇಡಿ. ವೇಸ್ಟ್, ಟಿಕೆಟ್ ವೇಸ್ಟ್. ಇದು ಏನು ಬೆಲೆ ಇಲ್ಲ. ರೀಲ್ಸ್ ಅಲ್ಲಿ ನೋಡಿ ದಯವಿಟ್ಟು ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಬರಕ್ ಹೋಗ್ಬೇಡಿ. ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಇದು ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളീസിനെ പറയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടമായിട്ട് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് നിന്ന് കണ്ടതാണ്. പിന്നെ ഞാൻ 1000 രൂപയൊന്നും കൊടുത്തിട്ട് ഏതായാലും തൊഴാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. പക്ഷെ ഞാൻ കൃത്യമായിട്ട് കണ്ടതാണ് അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങളെ. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അതായത് ഭക്തജനങ്ങളോടല്ല, ഒരു ആടുകളോട് പെരുമാറുന്നില്ലേ, അതേപോലെയുള്ള ഒരു പെരുമാറ്റമാണ് അവിടെയുള്ള ചില ആൾക്കാരെ. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാരെ അവിടെ എന്താണെന്ന് അറിയില്ല. കന്നഡക്കാരെ കാണുമ്പോൾ ഒരു തരം ചതുർത്ഥി കാണുന്നത് പോലെ, അതായത് കന്നഡക്കാരെ കാണുന്ന പോലെ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിൽ അവിടെ പെരുമാറുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ദക്ഷിണ കാശിയായ കൊട്ടിയൂരില് അവിടെ ഒരുപാട് കന്നഡക്കാരും തമിഴന്മാരും എല്ലാവരും വരുന്നുണ്ട്. അത് നമ്മുടെ എല്ലാം ഒരു വിജയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇട്ടാവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രം വരുന്ന ഒരു ക്ഷേത്രോത്സവത്തിൽ ഇന്ന് കന്നഡക്കാരും മറ്റുള്ളവരും വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ വിജയമല്ലേ? അത് നമ്മുടെ ആ ഒരു കൊട്ടിയൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു മാസം കൊണ്ട് അവർക്ക് ജീവിക്കേണ്ട വരുമാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവരിങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യമുള്ള ഒരു കൊട്ടിയൂരിൽ അവിടെ ചില ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത് കൊണ്ട് മാത്രം അവിടത്തേക്ക് ആൾക്കാർ വരില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയാം, അതായത് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര അടി നടക്കുകയാണ്. ആ അടി നടക്കുന്നതുകൊണ്ട് മാത്രം അങ്ങോട്ടുള്ള യാത്രകൾ ഫാമിലികൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ ആളില്ല. എന്തുകൊണ്ടാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടുമോ എന്നുള്ളൊരു ഭയം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ചിറയുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ പുഴ കടക്കണം. അപ്പോൾ അവിടെയൊക്കെ എത്ര ആഴമുണ്ട് ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എന്താ പറയുക, ചിലപ്പോഴേ കന്നഡക്കാരെ വീട്ടിൽ നിന്ന് ഞാൻ എന്നാ കൊട്ടിയൂർ പോയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ വേണ്ട മോനെ അങ്ങോട്ട് പോണ്ട, അവിടെ ചിറയുണ്ട്, അവിടെ രക്ഷിക്കാനൊന്നും ആളുണ്ടാവില്ല, ഇത് കർണാടകയല്ല എന്നൊക്കെയല്ലേ അവിടെ നിന്ന് പറയാ.
അതായത് നമ്മുടെ നാട്ടിനെ പറയുകയല്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഭക്തരോട് എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൃത്യമായിട്ട് ഇവിടെ വന്ന് പറയുക. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറയുക. ഇത് ഒരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വളരെ മോശമായിട്ട്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ മകളും പിന്നെ മക്കളും എല്ലാവരും കയറ് കുളത്തിയപ്പോൾ ഇയാൾ അങ്ങ് ഇതാക്കിയായിരുന്നു. ഇയാൾ ആകെ വെപ്രാളപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് പോയി. അവരെ വിളിക്കാനാണെങ്കിൽ ഇങ്ങേരുടെ കയ്യിൽ ഫോണില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 വയസ്സുണ്ട്. അത് പിന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ അയാൾക്കാകെ വെപ്രാളമായിട്ട് അയാൾ കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവർ കയറ്റി വിടുന്നില്ല. അയാൾ എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ കയറ് എടുത്ത് ചാടുകയാണ്. അങ്ങനെ ചാടിയപ്പോൾ ഇവർ 4-5 ആൾക്കാർ പോയിട്ട് എന്തോ ഒരു തീവ്രവാദികളെ പിടിക്കുന്ന പോലെ പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ വളരെ മോശമാണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആകെ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനം കൊടുക്കുക. ആ പരിശീലനം കൊടുത്തിട്ട് ഇതൊരു അമ്പലമാണ്, ഇവിടെ ഇങ്ങനെ പെരുമാറണം എന്ന് പറയുക. പിന്നെ എല്ലാ കന്നഡക്കാരെയും ഞാൻ പിന്നെ നല്ലതാന്ന് പറയുന്നില്ല. അവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വടം കെട്ടിക്കഴിഞ്ഞാൽ അത് കടന്ന് പിന്നെ തുള്ളുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിരക്ക് കൂട്ടുക, അങ്ങനെയുള്ള ആൾക്കാരെയും ഞാൻ കാണുന്നുണ്ട്. അതായത് ഭക്തിയോടുകൂടി അവിടെ വന്നിട്ട് അവിടെ കാണിക്കുന്ന ചില ഭക്തർ കാണിക്കുന്ന കോപ്രായങ്ങൾ അപ്പോഴേ നമ്മൾ വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഇവരാണ് ശരി എന്ന് വിചാരിക്കും. അതായത് അവിടെയുള്ള ആൾക്കാർ കുറച്ചും കൂടി കായികക്ഷമമായിട്ട് ഇത് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഭക്തർ അങ്ങനെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അവിടെ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിനാണ് വന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ ജോലി ചെയ്യുന്നവരായി കഴിഞ്ഞാലും അവിടെ വരുന്നവരായി കഴിഞ്ഞാലും എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ മോശം തന്നെയാണ്. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പോഴേ അവിടെ ഗ്രാനൈറ്റ് ഇറക്കുന്നത്, അതുപോലെ തന്നെ ലോറി. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ലോറി വരുമ്പോൾ ഏതെങ്കിലും അവനെ കുറച്ച് ഒന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഒന്നുകിൽ ഇപ്പം നിർത്തിവെക്കുക. അതായത് ഈ ഒരു 2-3 ദിവസത്തിന് വേണ്ടിയിട്ട് അവിടെ ഇനിയിപ്പോഴും നടത്തിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നിർത്തിവെച്ച് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഈ നിർമ്മാണ പ്രവൃത്തികൾ ഒരു ഭാഗത്ത് മറ്റേത്. കാരണം എന്താ വെച്ചാൽ അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവിടത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ ഇവരെന്താണ് ചെയ്യുന്നത്? അപ്പൊ ആ സമയത്തൊക്കെ ചെയ്യേണ്ട വർക്കുകൾ അവിടെ തീരാത്തത് കൊണ്ടും അത് മാത്രമല്ല അതിന്റെ പേരിൽ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് 3-4 ദിവസം കഴിഞ്ഞാൽ വൈശാഖ മഹോത്സവമാണ്. അവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ പോയത്, അതിൻ്റെ 2 ദിവസം മുമ്പ് പോയിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം പോയപ്പോഴും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ആ തിരക്കിൻ്റെ ഇടയിലാണ് ഈ ലോറി വരുന്നത്. അപ്പൊ ഈ ലോറി വരുമ്പോൾ മാറി നിൽക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ വേറെ അവിടെ എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരായിട്ട് ഭക്തര് പിന്നെ ഓടി മാറുന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുതിർന്ന ആളാരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന പൈസ നിങ്ങൾ എടുത്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവിടെ കിടന്നിട്ട് ഈ പ്രഹസനം പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ഈ 3-4 ദിവസത്തിന് വേണ്ടിയിട്ടാണോ ഈ നിർമ്മാണ പ്രവർത്തനം, അല്ല ഇനി വേറെ ഏതെങ്കിലും ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ദിവസങ്ങൾ നിങ്ങളങ്ങ് മാറ്റി വെക്കുക. അല്ലാതെ ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ അവിടെ നിന്ന് മറ്റേ ഗ്രാനൈറ്റ് ഇറക്കുന്നേ, കുറേ ആൾക്കാർ വണ്ടീനെ പേടിച്ചിട്ട് ഓടുന്നേ, അവിടെ വരുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി മാറ്റിയിടുന്നേ, ചെരുപ്പിൻ്റെ മുകളിലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോറി കയറി നിരങ്ങുന്നേ, അല്ലെങ്കിൽ അവിടെ ചളിയും കാര്യങ്ങളും ആണ്. അത് കൂടുതൽ ചളിയാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, കന്നഡക്കാർ എല്ലാവരും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വരും. അവരെ ഒന്നും നമ്മൾ കണക്കൂടുന്നില്ല. പക്ഷേ പെരുമാറേണ്ട ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടില്ലാതെ, നമ്മളിപ്പോഴും കാണുന്നില്ലേ ശബരിമലയിലൊക്കെ എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പല അമ്പലങ്ങളിലും എത്രത്തോളം ക്ഷമയോട് കൂടിയിട്ടാണ്. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മൂകാംബികയിൽ പോയി, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, അതായത് നടക്കാൻ കഴിയാത്ത ഒരാളാണ്, എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കയറി പോയിക്കോളൂ സാർ, ഏനു നോട്ട് ബേഡ നീ ഓഹോ ബിഡ് എന്ന് പറഞ്ഞു. നമ്മളങ്ങ് കയറി പോവുകയും ചെയ്തു. അതാണ് അവിടുത്തെ മര്യാദ എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ഇതാണ് പരിപാടി, ഇത് നിർത്തണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ കന്നഡക്കാരുടെ പരാതി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. ഇല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്സുകാർക്ക്, അതായത് കച്ചവടക്കാർക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം അവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്.
അവരവിടെ താമസിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കൊട്ടിയൂരിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് അന്യ സംസ്ഥാനക്കാർ തന്നെയാണ്, അല്ലാതെ ഇവിടുന്ന് ഇറ്റാവട്ടത്തിൽ പോകുന്ന ആൾക്കാരൊന്നുമല്ല. നന്ദി, നമസ്കാരം.